നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിയൻ ആൽവാരസ് ടു FC ബാഴ്സലോണ എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണല്ലോ. പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നതെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ സെല്ല് ചെയ്യാൻ തയ്യാറാവാതെ ബാഴ്സലോണയ്ക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കൊണ്ട് ആ ഒരു സെയിലിന് സമ്മതിപ്പിക്കേണ്ട ബാധ്യത ഇപ്പോൾ ഹുലിയൻ ആൽവാരസിനാണ്. അദ്ദേഹം ഒരു പുഷ് ചെയ്ത് നീക്കങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൽ ബാഴ്സയ്ക്ക് ഇനി ഇടപെടാൻ പറ്റുകയുള്ളൂ. അതിനിടക്കാണ് ഇപ്പോൾ എൽ ലാർഗ്യൂറോ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. മറ്റൊന്നുമല്ല, ഹുലിയൻ ആൽവാരസ് തൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡിലെ സഹതാരങ്ങളോട് കൺഫസ് ചെയ്തിരിക്കുന്നു താൻ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന്. റിപ്പോർട്ട് നോക്കാം. ഹുലിയൻ ആൽവാരസ് കൺഫസ്ഡ് ടു ഹിസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ടീംമേറ്റ്സ് ദാറ്റ് ഹി മേഡ് എ മിസ്റ്റേക്ക് ഇൻ ദി വേ ഹി ആക്റ്റഡ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്ന് അദ്ദേഹം ഇപ്പോൾ കൺഫസ് ചെയ്തിരിക്കുന്നു, തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. സംഗതി വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അതായത് വേൾഡ് കപ്പിനിടയിൽ വെച്ച് പരസ്യമായിട്ടാണ് ഹുലിയൻ ആൽവാരസ് തനിക്ക് ക്ലബ്ബ് വിടണം എന്ന് മാധ്യമങ്ങളോടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നതാണ് തനിക്കും ക്ലബിനും എല്ലാവർക്കും നല്ലത്, എനിക്കെൻ്റെ സ്വപ്നം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതികരണം വന്നത്. അന്ന് തന്നെ അത് അത്ലറ്റിക്കോക്ക് വലിയ രൂപത്തിലുള്ള എതിർപ്പുണ്ടാക്കിയൊരു പ്രസ്താവനയാണ്. തങ്ങളുടെ ഒരു താരം 2029 വരെ കോൺട്രാക്റ്റൊക്കെയുള്ള ഒരാൾ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹുലിയൻ ആൽവാരസ് ഹാൻഡിൽ ചെയ്ത രീതി ശരിയല്ല എന്ന് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് സ്വാഭാവികമായിട്ടും തോന്നിയത്. ഇപ്പോൾ അത് ഹുലിയൻ സമ്മതിക്കുന്നു, താനത് ഹാൻഡിൽ ചെയ്തത് ശരിയായില്ല, ആ ഒരു രീതി തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ഹിസ് കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദി ക്ലബ് വിൽ ബി 100% ആസ് ലോങ് ആസ് ഹി വിയേഴ്സ് ദി അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിയുന്നിടത്തോളം കാലം ക്ലബിനോടുള്ള തൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് 100% ആയിരിക്കും എന്നുകൂടി അദ്ദേഹം സഹതാരങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എത്ര കാലം ഇനി അവിടെ അണിയും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുമെന്ന് കരുതിയ ഡിയേഗോ സിമിയോണി കൈയൊഴിഞ്ഞ മട്ടാണ്. സിമിയോണി വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഹുലിയൻ ആൽവാരസിന് കൊടുത്തു. അതായത് നിനക്ക് കളിക്കളത്തിൽ എന്ത് സഹായം വേണോ ഞാൻ ചെയ്യാം, സ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പും ചെയ്യാം, അതല്ല നിനക്ക് ക്ലബ്ബ് മാറണമെന്നാണെങ്കിൽ അതെൻ്റെ ടെറിട്ടറിയിൽപ്പെട്ട കാര്യമല്ല, ക്ലബിൻ്റെ സിഇഒയുമായിട്ട് സംസാരിച്ചോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ക്ലബ്ബ് വിടാൻ ഹുലിയൻ ആൽവാരസിന് പ്രത്യേകിച്ചൊരു സഹായം ലഭിക്കില്ല. അപ്പോൾ സംഗതി ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇനി ഇതിൽ എന്ത് സംഭവിക്കുന്നതാണ് കണ്ടറിയേണ്ടത്. ഹുലിയനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ബോർഡുമായിട്ട് രമ്യതയിൽ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കുക മാത്രമേ കഴിയുകയുള്ളൂ. അതല്ല ഒരു ഏറ്റുമുട്ടലിൻ്റെ രൂപത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആവും, വഷളാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.